ചോദ്യം വായിക്കുക. 224 ഇൻറ്റു 375 ഇൻറ്റു 1375 ഗുണനഫലത്തിൽ അവസാനം തുടർച്ചയായ എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും? നമുക്കിതൊക്കെ നമ്മുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ളതാണിത്. സ്ഥിരമായൊരു മോഡലാണ്. ഇതൊരു മുൻവർഷ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനകത്ത് ഇങ്ങനെ കുറേ സംഖ്യകൾ 3, 4, 5 സംഖ്യകളൊക്കെ തരാറുണ്ട്. തന്നിട്ട് നമ്മളത് പറയും ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്ന എന്താണോ അതിൻ്റെ അവസാനം എത്ര പൂജ്യം ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അവസാനം തുടർച്ചയായത് ഒറ്റയുടെ സ്ഥാനം മുതൽ പുറന്നോട്ട് നോക്കുമ്പോൾ എത്ര പൂജ്യങ്ങൾ തുടർച്ചയായിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ ഇപ്പോൾ 224, 375, 1375 ഇവരെയൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തണം. 2, 3, 5, 7, 11, 13 പോലെയുള്ള പ്രൈം നമ്പർ ഉപയോഗിച്ച് ഫാക്ടർ ചെയ്യണം. അവിടെ പ്രത്യേകം ആലോചിക്കേണ്ടത് നമുക്കിവിടെ 2ഉം 5ഉമാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഒരാളെയും നമ്മളിവിടെ എടുക്കാറില്ല. പൂജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5ഉം 2ഉം ചേരുമ്പോൾ 10. ആ 10ന് പകരമാണ് പൂജ്യങ്ങൾ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാക്ടർ ചെയ്യുമ്പോൾ ആകെ എത്ര 2 വരും, ആകെ എത്ര 5 വരും എന്നാണ് നമുക്ക് തിരക്കേണ്ടത്. അപ്പം ഞാനും അതുതന്നെ ചെയ്യുന്നു. 224 എന്ന് പറയുന്ന സംഖ്യയെ ആദ്യം ഞാൻ എടുക്കുന്നു. 224 ഇയാളെ ഞാൻ 2 കൊണ്ട് എനിക്ക് പറ്റും. 2 കൊണ്ടും 5 കൊണ്ടും മാത്രം നോക്കിയാൽ മതിയേ. 224 1, 1, 2 112 കിട്ടി. വീണ്ടും 2 കൊണ്ട് 11ൽ 5 തവണ ശിഷ്ടം 1 ഉണ്ട്. 12ൽ 6 തവണ 56. വീണ്ടും 2 കൊണ്ട് 5ൽ 2 തവണ ശിഷ്ടം 1, 6ൽ 16ൽ 8 തവണ. വീണ്ടും 2 കൊണ്ട് 2ൽ 1 തവണ 8ൽ 4 തവണ. വീണ്ടും 2 കൊണ്ട് 7 തവണ. ഇതുപോലെ 375 ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. 375 2 കൊണ്ട് പറ്റില്ല. പിന്നെ എനിക്ക് വേണ്ടത് 2 പറ്റില്ല. പിന്നെ 5 മാത്രം നോക്കിയാൽ മതി. വേറെ ഒരാളെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 5 കൊണ്ട് നോക്കാം. 37 എത്ര പ്രാവശ്യമുണ്ട്? 7, 5, 35 ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് പറ്റും. 75ൽ നമുക്ക് എത്ര തവണയുണ്ട്? 7ൽ 1 തവണ ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് 3 തവണ. ഇനി 1375 നമ്മൾ ഇതുപോലെ ഫാക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ 5ഉം 2ഉമേ നോക്കുന്നുള്ളൂ. ഇവിടെ 2 പറ്റത്തില്ല. പിന്നെ 5 നോക്കിയാൽ മതി. 1375 5 വെച്ച് നോക്കാം. 13ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 2 തവണ ശിഷ്ടം 3 37ൽ 7 തവണ ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് ചെയ്യുന്നു. 27 എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ ശിഷ്ടം 2 25ൽ എത്ര തവണ? 5 തവണ. വീണ്ടും 5 കൊണ്ട് എത്ര തവണ? 11 തവണ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ആകെ എത്ര 2കൾ വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5. ഇപ്പം 2കൾ എത്ര? 2⁵5 അഥവാ 5 എണ്ണം വന്നിട്ടുണ്ട്. 5 എത്ര പ്രാവശ്യം വന്നു? 1, 2, 3, 4, 5, 6 മുഴുവനുള്ള കൗണ്ട് ചെയ്യണേ. അപ്പോൾ 5�6 അഥവാ 6 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ 2 5 എണ്ണം വന്നിട്ടുണ്ട്. 5 6 എണ്ണം വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് എണ്ണം ആരാണ്? 5 എണ്ണം. അപ്പോൾ എത്ര പൂജ്യം ഉണ്ടാവും? അവസാനം 5 പൂജ്യം ഉണ്ടാവും. അപ്പോൾ ചെയ്യുന്നതിന് ലോജിക്ക് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ആളെ ഫാക്ടർ ചെയ്യുക. ഫാക്ടർ ചെയ്യുമ്പോൾ 2ഉം 5ഉം മാത്രം നോക്കിയാൽ മതി. വേറെ ഒരാളെ നോക്കണ്ട. എല്ലാ ക്വസ്റ്റിനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ മോഡൽ എത്ര പൂജ്യം ഉണ്ടാവും എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ഈ മോഡലാണ്. അപ്പോൾ അതിനെ നമ്മൾ 2ൻ്റെയും 5ൻ്റെയും പവറായിട്ട് നമ്മൾ എഴുതുക. അഥവാ എത്ര 2 ഉണ്ട് എത്ര 5 ഉണ്ടെന്ന് ചെയ്യാൻ മതി. ആകെ എല്ലാത്തിലും കൂടെ എണ്ണണം കേട്ടോ. ഒരെണ്ണത്തിൽ മാത്രമായിട്ടല്ല എണ്ണ, എല്ലാത്തിലും കൂടെ ഉള്ള എണ്ണണം. ഇപ്പോൾ ഇവിടെ 2 ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ ആദ്യം മാത്രം. അതുകൊണ്ട് അവിടെ മാത്രം എണ്ണിയത്. എവിടെയൊക്കെ 2 ഉണ്ടോ അതെല്ലാം എണ്ണണം. എണ്ണി 2 എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഇവിടെ 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇവിടെ 5 എണ്ണം വന്നിരിക്കുന്നത്. ആ 5 എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു? മൊത്തം 1, 2, 3, 4, 5 6 തവണ വന്നിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ എണ്ണം ഏതാണ്? 5 ആണ്. 5 എണ്ണം, ഇത് 6 എണ്ണം. അപ്പോൾ 5 എണ്ണം എന്ന് പറയുന്നതാണ് കുറവെണ്ണം. ആ 5 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 5 പൂജ്യങ്ങൾ അവസാനം ഉണ്ടാകും. കുറവായിട്ടുള്ള എണ്ണം ഏതാണോ അത്രയും പൂജ്യങ്ങൾ അവസാനം ഉണ്ടാകും. അപ്പം ആൻസർ എത്രയാണ്? 5 പൂജ്യങ്ങൾ ഉണ്ടാവും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.